ഹലോ ഫ്രണ്ട്സ്, കേരള കാസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ അടുത്ത് മതിലകത്താണുള്ളത്. ഇവിടെ 2016 മോഡലൊരു ടാറ്റ മാജിക് ഐറിസ് അഥവാ നമ്മൾ വെള്ളിമുഖം എന്ന് വിളിക്കുന്ന വളരെയധികം നല്ല വൃത്തിയിലൊരു വാഹനത്തിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വണ്ടിയുടെയൊക്കെ വിശേഷങ്ങളിലേക്ക് വരാം. അതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിക്കട്ടെ. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ കേരള കാർസ് എന്നുള്ള എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ ഈ ചെയ്യുന്ന പോലെ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ റിവ്യൂ ചെയ്യുന്ന പോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളോ കാര്യങ്ങളൊക്കെ വിൽക്കാറുണ്ടെങ്കിൽ അതിൻ്റെ കൂടിയും വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അത് എല്ലാ ദിവസമൊന്നുമല്ല, ആഴ്ചയിലോ മാസത്തിലൊക്കെ 1-2 വീഡിയോസ് അങ്ങനത്തെ നമ്മൾ ചാനലിനകത്ത് ഉൾപ്പെടുത്തി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ അറിയിച്ചാൽ അങ്ങനത്തെ വാഹനങ്ങളുടെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വാഹനങ്ങളുടെ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളുടെ കാര്യങ്ങളോ വിൽക്കുന്നതിൻ്റെ വീഡിയോ ചെയ്യാൻ ഞാനുമായിട്ട് ബന്ധപ്പെടേണ്ട നമ്പറാണ് അതായത് സ്ക്രോളിംഗ് കാണിച്ചിരിക്കുന്ന എൻ്റെ പേഴ്സണൽ നമ്പറാണ്. അതിനകത്ത് ഒരു ഫോട്ടോയും ബാക്കി ഡീറ്റെയിൽസ് അയച്ചാൽ വരും ദിവസങ്ങളിൽ ഞാനവിടെ വന്ന് ഇതുപോലെയൊക്കെ വാഹനങ്ങളിലേക്ക് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അതും കേരളത്തിൻ്റെ ഉള്ളിലെ എല്ലാ ജില്ലകളിലെ സാധനങ്ങളുടെയും വസ്തുക്കളുടെയും വാഹനത്തിലേക്ക് റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇതിൻ്റെയൊക്കെ എടുക്കുന്നതിന് ചെറിയ ലെവലൊരു സർവീസ് ചാർജ് കാര്യങ്ങൾ ഞാൻ വരുന്നത് എൻ്റെ ട്രാവലിംഗ് എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം ചെറിയ സർവീസ് ചാർജും കാര്യങ്ങളും മാത്രം നമ്മൾ ഈടാക്കുന്നുള്ളൂ. യാതൊരു വിധത്തിലുള്ള കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വണ്ടിയോ അല്ലെങ്കിൽ വസ്തുക്കളോ ഒന്നും മേടിക്കുന്നതിന് നമുക്ക് നൽകേണ്ടതില്ല. ഈ വീഡിയോയ്ക്ക് തന്നെ ഈ വാഹനത്തെക്കുറിച്ചുള്ള സകല വിവരങ്ങളും ഇതിൻ്റെ ആർസോണറിനായിട്ടുള്ള ബന്ധപ്പെടാനുള്ള നമ്പർ അടക്കം എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വില എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരിക്കലും ഒരു ഫിക്സഡ് റേറ്റോ കാര്യങ്ങളല്ല. അതിലും എന്തെങ്കിലും നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ റെഡിയാണ്. അത് എത്രമാത്രം കുറയും എന്താണെന്നും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് അവരുമായിട്ട് തന്നെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വരും ദിവസങ്ങൾ അങ്ങനെയുള്ള വാഹനങ്ങളുടെ കൂടുതലായിട്ടുള്ള റിവ്യൂ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മൾ പേഴ്സണലായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഡീലിങ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ ചെയ്യുന്നില്ല. പലരും നമ്മൾ പല വാഹനങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ വിളിക്കാറുണ്ട്. നിങ്ങൾ എന്നെ വിളിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ അങ്ങനെ പലരും വിളിച്ച് പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു തരാൻ പറ്റുന്നില്ല. കാരണം തുടക്കം മുതൽ നമ്മൾ ഒത്തിരിയധികം പേരോട് നിങ്ങൾ ഏത് വാഹനമാണോ വേണ്ടിച്ചാൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ വരും ദിവസങ്ങളിൽ അങ്ങനെയുള്ള വീഡിയോ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞാൽ പലരും പല വാഹനങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു വണ്ടി കിട്ടിക്കാൻ എത്രയും പെട്ടെന്ന് ഇതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്ത് ഉൾപ്പെടുത്താനുള്ളൂ. ഈ വാഹനത്തെക്കുറിച്ചുള്ള സകല വിവരങ്ങളും ഇതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടെ എല്ലാം നമ്മൾ വീഡിയോയിൽ തന്നെ വ്യക്തമായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഈ വീഡിയോയ്ക്ക് തന്നെ ഇതിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ആർസോണർ നമ്പറും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കാൻ വന്നിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ 2016 മോഡൽ ഒരു ടാറ്റ മാജിക് ഐറിസ് അഥവാ വെള്ളിമുഖം എന്ന് വിളിക്കുന്ന വാഹനമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വളരെയധികം വൃത്തിയിലിരിക്കുന്ന ഒരു വാഹനമാണ്. ഇതിനു മുമ്പ് ഒരു പ്രൈവറ്റ് വാഹനമായിരുന്നു. ഇപ്പോൾ അത് ടാക്സിയിലേക്ക് അവർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ലോ കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. ഈ വാഹനത്തിൻ്റെ പേപ്പർ ഭാഗം നോക്കുകയാണെങ്കിൽ ഇതൊരു ലൈഫ് ടാക്സ് അടച്ച വാഹനമാണ്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ഭാഗം ടെസ്റ്റും ഈ വരുന്ന നവംബറിൽ എക്സ്പയർഡ് ആവുന്നുണ്ട്. അത് 2021 നവംബർ വരെ വാഹനത്തിന് ഇൻഷുറൻസും ടെസ്റ്റും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വാഹനം നിലവിൽ പെയിൻറ്റും കാര്യങ്ങളെല്ലാം വളരെയധികം വൃത്തിയിലുണ്ട് തന്നെ. ടെസ്റ്റിന് നമ്മൾ ഈ കാണുന്ന കണ്ടീഷനിൽ തന്നെ കൊണ്ടുപോയി നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കൂടുതലായിട്ടുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇതാണ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ 2016 മോഡൽ ടാറ്റ മാജിക് ഐറിസ് അഥവാ വെള്ളിമുഖം എന്ന വാഹനം. ഇത് സെൻസർ ടൈപ്പ് അല്ല. വാഹനത്തിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല വൃത്തിയിലിരിക്കുന്ന ഒരു വാഹനമാണ്. ചെറിയ ലെവലിൽ 1-2 മോഡിഫിക്കേഷൻസ് ഒരു വാഹനത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ പേപ്പർ ഭാഗം നോക്കുകയാണെങ്കിൽ 2016 മോഡൽ വാഹനമാണ്. 2016 ജൂലൈയിലാണ് വാഹനത്തിൻ്റെ ഡേറ്റ് ഓഫ് ഡെലിവറിയും രജിസ്ട്രേഷൻ ഡേറ്റും കാര്യങ്ങളും കിടക്കുന്നത്. വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ഭാഗം നോക്കുകയാണെങ്കിൽ 2021 നവംബർ വരെ വാഹനത്തിൻ്റെ ഇൻഷുറൻസും ടെസ്റ്റും ബാക്കി നിലനിൽക്കുന്നുണ്ട്. ലൈഫ് ടാക്സ് ആണ് വാഹനം. വാഹനത്തിൻ്റെ വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെയധികം ഒരു വൃത്തി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള പാച്ച്, തുരുമ്പോ കാര്യങ്ങളോ പെയിൻറ്റിനും കോട്ടങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. വണ്ടിയുടെ ഈ ഒരു വശത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഫുഡ് റെസ്റ്റ് കൊടുത്തു എന്നല്ലാതെ കാര്യമായ യാതൊരു വിധത്തിലുള്ള മോഡിഫിക്കേഷൻസോ എക്സ്ട്രാ വർക്കുകളോ ഒന്നും തന്നെ നമുക്ക് ഈ ഒരു വശത്ത് നോക്കി കാണാൻ സാധിക്കുന്നില്ല. വണ്ടിയുടെ ഈ ഒരു വശം നോക്കുകയാണെങ്കിൽ അപ്പുറത്തെ വശം കണ്ട ഒരു ക്വാളിറ്റി തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള എക്സ്ട്രാ ഫിറ്റിംഗ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കിയിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ പെയിൻറ്റിംഗ് ആണെങ്കിലും എല്ലാം വളരെയധികം വൃത്തിയിലാണ് ഇരിക്കുന്നത്. ഒരു ടെസ്റ്റിൻ്റെ ടൈം ആയപ്പോഴേക്ക് ഒരു കോട്ട് മൊത്തത്തിലൊന്ന് പെയിൻറ്റൊക്കെ അടിച്ച് നല്ല വൃത്തിക്കൊന്ന് പോളിഷൊക്കെ ചെയ്തുകൊണ്ട് നല്ലൊരു ക്വാളിറ്റി നിലവിൽ നമുക്ക് പെയിൻറ്റിന് കാണാൻ സാധിച്ചിട്ടുണ്ട്. വണ്ടിയുടെ പുറകുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കാര്യമായ അൾട്രേഷനൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിച്ചില്ല. ചെറിയൊരു ചലക്കവും കാര്യങ്ങളും നമുക്ക് കാണുന്നുണ്ട്. വാഹനത്തെക്കുറിച്ച് നെഗറ്റീവായി പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പുറകിലൊരു ക്രോസ് ബമ്പർ കൊടുത്തു എന്നല്ലാതെ വേറെ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ വാഹനത്തിൻ്റെ പുറകുവശത്ത് അവർ വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ടെയിൽ ലാമ്പുകൾക്കാണെങ്കിലും പരിക്കോ പൊട്ടലോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നല്ലൊരു വൃത്തിയിൽ തന്നെയാണ് വാഹനത്തിൻ്റെ പുറകുവശം നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു 4+1 പെർമിറ്റ് വാഹനമാണ്. അത്യാവശ്യം നല്ല വൃത്തിയിലാണ് വാഹനത്തിൻ്റെ ഒരു ഉൾഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നല്ലൊരു വൃത്തിയിലാണ് ഇരിക്കുന്നത്. ഒന്നാമത് ഇതൊരു വാഹനം ഒരു ലോ കിലോമീറ്റർ ഓടിയതുകൊണ്ട് തന്നെ ആയിരിക്കാം നല്ലൊരു വൃത്തി മൊത്തത്തിൽ നമുക്ക് ഡാഷ്ബോർഡിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വേറെ എക്സ്ട്രാ സ്വിച്ചുകൾ ഫിറ്റ് ചെയ്തിട്ട് ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല. കുഴപ്പമില്ലാത്തൊരു മ്യൂസിക് സിസ്റ്റം അവർ ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ സീറ്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ അവർ ഡ്രൈവർ സൈഡിൽ ഒരു എക്സ്ട്രാ നല്ലൊരു കാറിൻ്റെ സീറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ അവർ ഓടിക്കാൻ ചെറിയൊരു കംഫർട്ട് കുറവ് തോന്നിയുണ്ട്. അദ്ദേഹത്തിന് കുറച്ച് ഹൈറ്റ് കൂടുതലായിട്ട് അദ്ദേഹം അതിൻ്റെ ഒറിജിനൽ സീറ്റാണ് ഇട്ടിരിക്കുന്നത്. ഫ്രണ്ടിലെ മറ്റേ സീറ്റ് നോക്കുകയാണെങ്കിൽ അവർ നല്ലൊരു എക്സിം വർക്ക് അവർ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ പുറകുവശത്തെ സീറ്റ് നോക്കുകയാണെങ്കിൽ അവർ സീറ്റ് മൊത്തത്തിൽ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഫോൾഡബിൾ ആയ ഒരു കാറിൻ്റെ സീറ്റാണ് ചെയ്തിരിക്കുന്നത്. അതും അത്യാവശ്യം നല്ലൊരു കുഷനോട് കൂടിയിട്ടുള്ള സീറ്റ് വർക്ക് ആയതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു യാത്രാ കംഫർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. വണ്ടിയുടെ പുറകുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ ബൂട്ട് സ്പേസിൽ അങ്ങനെ കാര്യമായ പാച്ചോ തുരുമ്പോഴൊന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല. വളരെയധികം വൃത്തിയിലാണ് ഇരിക്കുന്നത്. സ്റ്റെപ്പിന് ടയർ ആണെങ്കിൽ തന്നെ ഒരു ആവറേജ് കണ്ടീഷനിൽ ഇരിക്കുന്ന ടയറാണ്. മൊട്ടയായിട്ടില്ല. അത്യാവശ്യം നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റിയൊരു കണ്ടീഷനിലാണ്
സ്റ്റെപ്പിനി ടയർ ഇരിക്കുന്നത്. അതുപോലെ തന്നെ വീൽ സ്പാനർ, ജാക്കി കാര്യങ്ങൾ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഒരു മാറ്റല്ലായിട്ട് അത്യാവശ്യം നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് അവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ ഉൾവശത്ത് പാസഞ്ചർ കയറുന്ന അവിടെ പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ വളരെയധികം വൃത്തിയിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം. യാതൊരു വിധത്തിലുള്ള പാച്ചോ പേസ്റ്റ് പൊട്ടിച്ചായിട്ടോ അല്ലെങ്കിൽ തുരുമ്പുകളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വാഹനത്തിൻ്റെ ഉൾവശത്തെ പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ചെറുതായിട്ട് ആ ജോയിൻ്റ് ഭാഗങ്ങളിലുണ്ട് ചെറുതായിട്ടൊരു തുരുമ്പിൻ്റെ കറ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഇപ്പോൾ വാഹനം അങ്ങനെ അവർ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് നിർത്തിയിട്ടിട്ട് വന്നതാണ്. ഒന്നും വെറുതെയിട്ട് ഒരു കോട്ട് പെയിൻ്റ് അടിച്ചാൽ വൃത്തിയാവാനേ ഉള്ളൂ. അവിടെ അങ്ങനെ കാര്യമായ പാച്ചൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നില്ല. ക്യാബിൻ്റെ ഉള്ളിലെ റൂഫുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം വൃത്തിയിലാണ് ഇരിക്കുന്നത്. ഒത്തിരി അധികം ചളികളോ പൊടികളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പാസഞ്ചർ കയറുന്നതിൻ്റെ അവിടെ തന്നെ റൂഫിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ കാണുന്നത്. അങ്ങനെ കാര്യമായ ചളികളോ പൊടികളോ ഒന്നും തന്നെ നമുക്ക് എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല. ഈ വാഹനത്തിൻ്റെ മീറ്റർ റീഡിംഗ് നോക്കുകയാണെങ്കിൽ 54,012 കിലോമീറ്റർ ഓടിയിട്ടുള്ള മീറ്റർ റീഡിംഗ് കാണിച്ചിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ജെനുവിൻ കിലോമീറ്ററിനാണ്. അവരിപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഓയിൽ സർവീസ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ അവർ മാറ്റി എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് വാഹനം നിലവിൽ നിർത്തിയിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഡോർ പാഡുകൾ നോക്കുകയാണെങ്കിൽ തന്നെ യാതൊരു വിധത്തിലുള്ള പരിക്കുകളോ കീറലോ ഒന്നും തന്നെ വന്നിട്ടില്ല. അത്യാവശ്യം നല്ലൊരു വൃത്തിയിലാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി എന്ന് തന്നെ പറയണം. യാതൊരു വിധത്തിലുള്ള നെഗറ്റീവോ ഒന്നും തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ പറയാൻ സാധിക്കുന്നില്ല. ഇതുവരെ കണ്ടാതൊരു ക്വാളിറ്റി, പുറമെ കണ്ടാതൊരു ക്വാളിറ്റി തന്നെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഈ വാഹനം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഹീറ്റർ ഓൺ ആയിട്ടുണ്ട്. വണ്ടി കണ്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വാഹനം റൈസ് ചെയ്യുമ്പോഴാണെങ്കിൽ അങ്ങനെ വേറെ നോയ്സോളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇവിടെ നിന്ന് കയറി വരുന്ന ഒന്നും തന്നെ അല്ല. ഞാൻ ഓൾറെഡി വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്താട്ടോ. ഞാൻ വണ്ടി ഓടിച്ചിട്ടാണെങ്കിലും നല്ലൊരു ക്വാളിറ്റി, നല്ലൊരു റിസൾട്ടിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതുവരെ കണ്ടതൊരു ക്വാളിറ്റിനെ ഇതിൻ്റെ മെക്കാനിക്കൽ സൈഡ് അവർ കീപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. വാഹനം ഓടിക്കുമ്പോൾ എവിടുന്നേലും അടിയോ പ്രശ്നങ്ങളോ അങ്ങനെ വേറെ വലിക്ക് ബുദ്ധിമുട്ടോ ഒന്നും തന്നെ നമുക്ക് നിലവിൽ ഫീൽ ചെയ്തിട്ടില്ല. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയറുകൾ നോക്കുകയാണെങ്കിൽ 2 പുതിയ ടയറാണ് കിടക്കുന്നത്. ഏകദേശം ഒരു 95% മുകളിൽ വരുന്ന ബ്രിഡ്ജസ്റ്റോണിൻ്റെ 2 നല്ല ടയർ ഈ വാഹനത്തിൽ നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. വാഹനത്തിൻ്റെ പുറകുവശത്തെ ടയറുകൾ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് കണ്ടീഷനിൽ, നമ്മൾ സ്റ്റെപ്പിനി ടയർ ഉണ്ടോ തന്നെ ഒരു ആവറേജ് കണ്ടീഷനിലിരിക്കുന്ന പുറകിലെ 2 ടയർ കാണാൻ സാധിച്ചിട്ടുണ്ട്. സ്റ്റെപ്പിനി തന്നെ ഇതിൻ്റെ ഒരു ആവറേജ് കണ്ടീഷനിലിരിക്കുന്ന ഒരു ടയറാണ്. മൊട്ടമായിട്ടില്ല, അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ നമ്മൾ വണ്ടിയുടെ നല്ല നല്ല വിശേഷങ്ങൾ കണ്ടുതന്നെ. വണ്ടിയിൽ അങ്ങനെ നെഗറ്റീവായി നോക്കുകയാണെങ്കിൽ ഒത്തിരി അധികം കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇതിൻ്റെ ഗ്ലാസോ കാര്യങ്ങളൊന്നും റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. ചെറിയൊരു കാര്യമുള്ളൂ. അതിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനൊരു കാര്യം ഞാൻ നിങ്ങൾ ഓർപ്പിക്കട്ടെ. ഈ വാഹനത്തിന് ഈ 2016 ടാറ്റ മാജിക് ഐറിസ് അഥവാ ഈ വെള്ളിമൂങ്ങയ്ക്ക് അവർ ചോദിക്കുന്ന വില 2,15,000 രൂപ അവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ 2,15,000 രൂപ ചോദിക്കുന്നുണ്ടെങ്കിലും പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അത് എത്രമാത്രം കുറയും, അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ വല്ല പേപ്പേഴ്സിൻ്റെ കോപ്പിയോ കൂടുതലായിട്ട് എന്തെങ്കിലും ഫോട്ടോസ് എന്തെങ്കിലും വേണമെങ്കിൽ അവരായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പറാണ് പിന്നെ അതിനകത്ത് വീഡിയോയ്ക്കകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവരായിട്ട് ബന്ധപ്പെടുക. കാരണം വെച്ചാൽ നമ്മൾ യാതൊരു തല കമ്മീഷൻ അല്ലെങ്കിൽ ഇടനില ചാർജ് ഒന്നും തന്നെ മേടിക്കാത്തതുകൊണ്ട് എനിക്ക് ഈ വാഹനങ്ങളുടെ ഒന്നും വിലയുടെ കേസിൽ ഫൈനലായിട്ടൊരു തീരുമാനം പറയാൻ സാധിക്കില്ല. പലരും നമ്മുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാറുണ്ട്, ലാസ്റ്റ് അത്ര മതിയൊന്നുമില്ല. അപ്പോൾ അവർ പറയുന്നൊരു വില നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. വിലയുടെ കേസിൽ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരോട്ട് തന്നെ നേരിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടാണ് അവരെ നമ്പർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപക്ഷെ ചിലപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഇതിലും കുറഞ്ഞ വിലയ്ക്ക് എൻ്റെ കയ്യിൽ വാഹനങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ പലരും കമൻറ്റ് ചെയ്ത് കാണാറുണ്ട്. അങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ നമ്പറും കൂടി പ്രത്യേകിച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ആവശ്യക്കാർക്ക് എങ്ങനെ 10 രൂപ കുറച്ചൊരു വാഹനം കിട്ടുന്നോ അത്രയും നല്ലത് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ നമ്പർ ഇട്ടാൽ എനിക്ക് എന്തെങ്കിലും ദേഷ്യം കരുതുമെന്ന് കരുതിയിട്ട് നിങ്ങൾ നമ്പർ കൊടുക്കാതിരിക്കരുത്. അതുപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിലും പറയുന്നുള്ളൂ, യാതൊരു വിധത്തിലെ ഗ്യാരണ്ടിയോ വാരണ്ടിയോ ഒന്നും തന്നെ നമ്മൾ കേരള കാസിൻ്റെ ഭാഗത്ത് നിന്ന് നൽകുന്നില്ല. പിന്നെ ഇതൊക്കെ നെറ്റിലും ബോൾട്ടിലും ഓടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കണ്ട കണ്ടീഷൻ ആവില്ല, ചിലപ്പോൾ ഒരുപക്ഷെ 10 ദിവസം കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ വാഹനം എടുക്കാൻ പോകുമ്പോൾ വണ്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്ന ഒരാളെയൊക്കെ കൊണ്ടുപോയി ഓടിച്ചൊക്കെ നോക്കി നിങ്ങൾക്ക് വാഹനം എടുക്കാവുന്നതാണ്. നമ്മൾ പണ്ട് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാവർക്കും ഒരുപക്ഷെ ഞാൻ നോക്കി ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുമ്പോൾ വണ്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്ന ഒരാളെയൊക്കെ കൊണ്ടുപോയി ഓടിച്ച് നോക്കി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ വാഹനത്തിൻ്റെ ബാക്കി നെഗറ്റീവായ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ വാഹനത്തിൽ നമ്മൾ നെഗറ്റീവായി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഒരു സത്യം പറഞ്ഞാൽ നെഗറ്റീവായിട്ട് കൂട്ടാൻ പറ്റില്ല. കാരണം സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും കാശ് ഇറക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുന്ന ചെറിയൊരു കാര്യം ഞാൻ ഈ വാഹനത്തിൽ നോക്കി കണ്ടിരിക്കുന്നത്. ഈ വാഹനം ഇവിടെ റിവേഴ്സ് എടുത്തപ്പോൾ കണ്ടു, ഇവിടെ ചെറുതായിട്ടൊരു തട്ടിയിട്ടുണ്ട്. അവിടെ പെയിൻറ്റ് പോയിട്ടില്ല, പക്ഷേ അവിടെ ചളിങ്ങിയിട്ടുണ്ട്. അവരൊന്ന് മൊത്തത്തിലൊന്ന് ടച്ച് ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ട് നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അവിടെ ചെറിയ ചളുക്കം നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് അവർ ഇതുവരെ പാച്ച് എടുക്കുക കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അവർ വണ്ടി മൊത്തത്തിൽ ഒരു കോട്ട് പെയിൻ്റൊക്കെ ടച്ച് ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ട് നല്ലൊരു ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. യാതൊരു തല ഗ്ലാസ് റീപ്ലേസ്മെൻറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ വാഹനത്തിൽ നമ്മൾ നോക്കിയിട്ടും കണ്ടിട്ടില്ല. എവിടെ തന്നെ പേസ്റ്റ് പൊട്ടിച്ചായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഈ വാഹനം ഇരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ വണ്ടിയുടെ വിശേഷങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞല്ലോ. ഞാൻ വന്ന് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിലയും ഇതിൻ്റെ ഒരിക്കലും ഒരു ഫൈനലായിട്ടുള്ള റൈറ്റോ കാര്യങ്ങളല്ല, അതിലും എന്തെങ്കിലും നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ റെഡിയാണ്. വണ്ടി മൊത്തത്തിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ് നമുക്ക് നോക്കിയിട്ട് ഫീൽ ചെയ്തിരിക്കുന്നത്. യാതൊരു വിധത്തിലെ നെഗറ്റീവോ കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് വണ്ടി ഓടിച്ച് നോക്കിയിട്ടൊന്നും തന്നെ ഫീൽ ചെയ്തില്ല. പിന്നെ ഞാൻ പറയാറുണ്ട്, യാതൊരു വിധത്തിലെ ഗ്യാരണ്ടിയോ വാരണ്ടിയോ ഒന്നും തന്നെ നമ്മൾ കേരള കാസിൻ്റെ ഭാഗത്ത് നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ വാഹനം എടുക്കാൻ പോകുമ്പോൾ
ആകുമ്പോൾ വണ്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്ന ഒരു മെക്കാനിക്കിനെ അതിലേക്ക് കൊണ്ടുപോയി ഓടിച്ച് നോക്കി നിങ്ങൾക്ക് തന്നെ വരുടെ കേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബാർഗനിൽ എത്തി എടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ട്സ്, നിങ്ങളത്തെ ഏതെങ്കിലും വാഹനങ്ങൾ കൊടുക്കാണ്ട് നിങ്ങൾ എന്നെ അറിയിക്കണം. അതിനുള്ള നമ്പറാണ് ഇതിനകത്ത് സ്ക്രോളിംഗ് കാണിച്ചിരിക്കുന്നത്. അതിനകത്തൊരു ഫോട്ടോയും ബാക്കി ഡീറ്റെയിൽസ് വെച്ചാൽ വരും ദിവസങ്ങളിൽ ഞാനോട് വന്ന് ഇതുപോലെയൊക്കെ വാഹനങ്ങളുടെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അതും കേരളത്തിൻ്റെ ഉള്ളിലെ എല്ലാ ജില്ലയിലുള്ള വാഹനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്നെ അറിയിച്ചാൽ മതി. അതുപോലെ വാഹന സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എനിക്ക് അറിയാവുന്നതാണ്, ഞാൻ അപ്പം തന്നെ മറുപടി തരാൻ വേണ്ടി ശ്രമിക്കാം. അറിയില്ലെങ്കിൽ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി വരും ദിവസങ്ങളിൽ നമ്മൾ അതിനെ മറുപടി തരാൻ വേണ്ടി ശ്രമിക്കാം. അതൊരു വീഡിയോ ഒക്കെ ചെയ്യേണ്ട സബ്ജക്റ്റാണ്, നമ്മൾ അങ്ങനെ വീഡിയോ ആയിട്ടും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണായിട്ട് മറുപടി തരാൻ വേണ്ടി അങ്ങനെയാണ് ചെയ്യാം. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ ചെയ്യുന്ന പോലെ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ ചാനലിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ദയവായിട്ട് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ അങ്ങനെ കമൻറ്റ് ചെയ്താലേ എനിക്ക് എന്തെങ്കിലും തെറ്റുള്ള കാര്യങ്ങൾ തിരുത്തി വീഡിയോ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.